عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. അഹങ്കാരത്തിന് അടിമപ്പെടുകയോ അഹംഭാവം മനുഷ്യൻ നടിക്കുകയോ നമുക്കെന്ത് അധികാരം അതിൽ? സർവശക്തനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വിനയത്തിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ, വളരെ സ്നേഹപുരസ്സരമുള്ള സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അവൻ പ്രശംസിക്കപ്പെടും. അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം അവന് നാശത്തിലേക്ക് എത്തിക്കുകയല്ലേ? നമുക്ക് മുഹറം പറഞ്ഞു തന്ന നിരവധി അനവധി കഥകളിൽ സംഭവബഹുലമായ വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിരുന്നല്ലോ ലോകം കണ്ട ഏറ്റവും വലിയൊരു ധിക്കാരിയുടെ പതനം. അതെ, ഫിർഔൻ അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ചില്ലേ? ഞാനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് പറയാൻ പോലും ആ ഫിർഔന് മടിയുണ്ടായില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ, പഠനങ്ങൾ. വഖാല ഫിർഔൻ യാ അയ്യുഹൽ മൽഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി. ഫിർഔൻ പറയുകയാണ്, ഓ ജനതയെ, നിങ്ങൾക്ക് ഞാനല്ലാത്തൊരു രക്ഷിതാവിനെ എനിക്കറിയില്ല. അതെ, ഞാനാണ് ലോകത്തിൻ്റെ റബ്ബുക്കുമുൽ അഅ്ല, വലിയ രക്ഷിതാവ്. അപ്പോൾ അള്ളാഹുവിനെയല്ലേ വെല്ലുവിളിച്ചത്? വസ്തക്ബറ ഹുവ വജുനൂദുഹു. ഫിർഔനും കൂട്ടരും അഹങ്കാരം നടിച്ചു. ഫിൽ അർദ്, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, അതിനൊരു ന്യായവും ഇല്ല. എന്നാൽ ഈ ഫിർഔന്റെ അടുത്തേക്ക് സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, സത്യത്തിൻ്റെ സന്ദേശവുമായി പ്രവാചകൻ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. വഖാറൂന വഫിർഔന വഹാമാൻ വലഖദ് ജാഅഹും മൂസ ബിൽ ബയ്യിനാത്തി ഫസ്തക്ബറു. അതെ, ഖാറൂൻ, ഫിർഔൻ, ഹാമാനിനൊക്കെ അവിടെ എണ്ണി പരിചയപ്പെടുത്തുകയാണ്. മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാം ദൃഷ്ടാന്തങ്ങളുമായി ചെന്നപ്പോൾ ഫസ്തക്ബറു, ആ പദം ഇന്ന് നമ്മുടെ വിഷയവുമായി നാം ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അതെ, അവരുടെ കിബർ, അഹംഭാവം, സത്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയില്ല. അപ്പം അഹങ്കാരം എപ്പോഴും നാശത്തിലേക്ക് എത്തിക്കും. ഫഅഗ്റഖ്നാഹു വമൻ മഅഹു ജമീഅ. അതെ, ഫറോവയും കൂട്ടരെയും മുക്കി നശിപ്പിച്ചു. എന്തായിരുന്നു സമുദ്രത്തിൽ? മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി, വെല്ലുവിളിച്ചു. അങ്ങനെ മൂസയെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കില്ല, ബനൂ ഇസ്രായേലിനെയും പാഠം പഠിപ്പിക്കും. അതേസമയം അതേ കലീമുല്ലാഹി മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാം അള്ളാഹുവിൻ്റെ സന്ദേശപ്രകാരം തിരിക്കുകയാണ് തൻ്റെ സംഘവും. അവർക്ക് സമുദ്രം പിളർന്ന് പാത ഒരുക്കി കൊടുത്തു. അതെ, അവരെ പിന്നാലെ പിന്തുടർന്ന ലോകധിക്കാരിയായ ഫിർഔനെ വെള്ളം മൂടി നശിപ്പിക്കപ്പെട്ടു. ആ ധിക്കാരിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഇന്ന ഫിർഔന ലആലിം ഫിൽ അർള്. അവൻ ഭൂമിയിൽ വലിയ പവർ നടിച്ചു, വലിയ ഉന്നതൻ ആണെന്നൊക്കെ പ്രഖ്യാപിച്ചു. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല തഫ്സീലും കാണാം. മുത്തക്കബ്ബിർ എന്ന്. അതെ, കിബർ നടിച്ചു, അഹങ്കാരം. അഹങ്കാരത്തിന് അന്തിമമായി സംഭവിച്ചത് പതനമാണ്, നാശമാണ്. അതെ, അല്ലാഹു പാഠം പഠിപ്പിച്ചില്ലേ ഈ ലോകത്ത് നിന്ന് തന്നെ? എന്നിട്ട് ഖുർആൻ പറഞ്ഞു, യൗമ നുനജ്ജീക ബിബദനിക. വരാൻ പോകുന്നൊരു സമൂഹത്തിന് പാഠമായി നിന്റെ ശരീരത്തെ നാം അവശേഷിപ്പിക്കും എന്ന്. നമ്മുടെ തഫ്സീറുകളിലൊക്കെ കാണാം, വൽ കിബ്റു യൻഖസിമു ഇലാ ഇദ്ദത്തി അഖ്സാം. ഈ അഹങ്കാരം, കിബർ എന്ന് പറയുന്നത് വിവിധ ഇനങ്ങളുണ്ട്. അശാറ ലഹ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫി സവാജിർ. ഇബ്നു ഹജർ തങ്ങൾ അതിലേക്ക് സൂചന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച കൂട്ടത്തിൽ കാണാം, വമിൻഹൽ കിബ്റു ഇമ്മ അലല്ലാഹ്. ഒന്നുപോലെ അത് അള്ളാഹുവിന് മുന്നിലുള്ള കിബർ നടിക്കലാകാം. വഹുവ അഫ്ഹശു അൻവാഇൽ കിബ്ർ. ഇത് അഹങ്കാരത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ വൃത്തിഹീനമായ ഒരു ഇനമാണ്. അതേതുപോലെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് കത്തക്കബ്ബുരി ഫിർഔന വ നംറൂദ. ഫിർഔനും നംറൂദും കിബർ, അഹങ്കാരം നടിച്ചതുപോലെ. ഒന്നുപോലെ ഇമ്മ അല റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ മേൽ അഹങ്കാരം നടിക്കുക. അതെന്താ? പ്രവാചകൻ കൊണ്ടുവന്ന സത്യസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വൈമനസ്യം കാണിക്കുക, വിമുഖത പ്രകടിപ്പിക്കുക, തടസ്സം നിൽക്കുക. അതൊരു കിബറാണ്.
ഒന്നുപോലെ ഇമ്മ അലൽ ഇബാദ്, അതെ, മറ്റു ജനങ്ങളോട് ഈ അഹങ്കാരം കാണിക്കുക. അതെങ്ങനെയാ? അത് യസ്തഅലിമു നഫ്സഹു, സ്വയം അവൻ്റെ ശരീരത്തെ അവൻ വലിയ പൊങ്ങച്ചത്തോടെ വീമ്പിളക്കി പറയും. വയഹ്തഖിറു ഗൈറഹു, താനല്ലാത്ത മറ്റുള്ളവരെ അവൻ നിസ്സാരനായി കാണും. അങ്ങനെയാണല്ലോ നാം ഒന്ന് ആലോചിക്കുക പരിസരങ്ങളിലേക്ക്. പലരും സ്വന്തം അഹംഭാവം നടിക്കുവാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാനും അവൻ്റെ ഗുണവിശേഷങ്ങൾ പറയുവാനും അത് സ്വമേധയാ മനസ്സിലാക്കുവാനും വലിയ ചങ്കൂറ്റമാണ്. മറ്റു പലരെയും ചെറുതായി കാണുന്നു. അവൻ എങ്ങനെ, ഇവൻ എങ്ങനെ. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ കാണുന്നുവെങ്കിൽ അതെ, ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുകയാണ്, മാ തവാളഅ റജുലുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. ആരാണ് വിനയം കാണിക്കുന്നത്? അല്ലാഹു അത്തരക്കാരെ ഉയർത്തിക്കൊണ്ടുവരും. ചരിത്രത്തിൽ കാണാമല്ലോ, മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ഷാമിലേക്ക് പുറപ്പെടുകയാണ്. തൻ്റെ കൂടെ വൃദ്ധനുമുണ്ട്. രണ്ടാളും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു. കുറച്ചു നേരം ഉമർ ഖത്താബ് തങ്ങൾ നടക്കും, പരിചാരകൻ വാഹനത്തിൽ കയറും. പിന്നീട് പരിചാരകൻ ഇറങ്ങി കൊടുക്കും. ഇങ്ങനെ വളരെ വിനയത്തോടെ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഷാമിലേക്ക് എടുത്തപ്പോൾ ഷാമിൻ്റെ ഗവർണറായിരിക്കുന്ന ഭരണാധികാരി അബൂ ഉബൈദ തങ്ങൾ ഇറങ്ങി വന്നു. എന്നിട്ടോ അബൂ ഉബൈദ തങ്ങൾ ഇബ്നുൽ ജറാഹ് പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഉലമാ അശ്ശാം യഖ്റജൂന ഇലൈക. ഷാമിലെ ആളുകൾ, പ്രമുഖന്മാരൊക്കെ അങ്ങേ കാണാൻ വേണ്ടി വരികയാണ്. ഫലാ യുഹ്സിനു അൻ യറൂക അലാ ഹാദിഹിൽ ഹാൽ, ഈ രീതിയിൽ ഇങ്ങനെ താഴ്ന്ന രൂപത്തിൽ അങ്ങ് വരുന്നത് അവർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ടൊരു ഭരണാധികാരി അതിൻ്റെ എല്ലാവിധ പാരംഗത്തോടെ അല്ലേ വരേണ്ടത് എന്ന അർത്ഥത്തിൽ. ആ സമയത്ത് ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇന്നമാ അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മുടെ യോഗ്യത, നമ്മുടെ അന്തസ്സ്, നമ്മുടെ പവർ ഇസ്ലാമാണ്. ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്, ജനങ്ങൾ എന്തു പറയുന്നു അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. അതെ, മനസ്സ് വിനയത്തിലേക്ക് തിരിച്ചു വയ്ക്കുകയാണ് അവിടെ. മനസ്സ് അള്ളാഹുവിലേക്ക് നിൽക്കുക. അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, ജനങ്ങൾ നമ്മുടെ കൂട്ടുകാർ, അവരെ നമ്മൾ പരിഗണിക്കണം. ആരെയും ചെറുതായി കാണാൻ പാടില്ല. ഇതല്ലേ അവിടെ നമുക്ക് മഹത്തുക്കൾ കാണിച്ചെന്നത്, നല്ല മനുഷ്യർ കാണിച്ചെന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ തവാളഅ തഖശുഅൻ, ആരെങ്കിലും ഭയഭക്തിയോടെ വളരെ വിനയം സ്വീകരിച്ചാൽ റഫഅഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനെ അള്ളാഹു ഉയർത്തും. അതേ സമയത്ത് വമൻ തതാവല തഅല്ലുമൻ, വലിയ അഹംഭാവം നടിച്ച് താൻ വലിയവനാണ്, താൻ വലിയ കേമനാണ് എന്ന ഒരു വൃത്തികെട്ട മനോഭാവവുമായി ആരെങ്കിലും നയം സ്വീകരിച്ചാൽ വളഅഹുല്ലാഹു തആല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് പരാജയമാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇതിന് സമാനമായ ധാരാളം ഹദീസുകൾ കാണാം. വിശുദ്ധ ഖുർആൻ തന്നെ അഹങ്കാരത്തെ വളരെ സഗൗരവം സൂചിപ്പിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ ഈ മുഹറമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, പല വിജയങ്ങളും നമ്മൾ കേട്ടു, പല അമ്പിയാക്കളെയും അല്ലാഹു രക്ഷിച്ചു. ഒപ്പം ലോകം കണ്ട ഏറ്റവും വലിയൊരു അഹങ്കാരിയെ താഴ്ത്തി നശിപ്പിച്ചു, അത് ജീവൻ അപായപ്പെടുത്തി. ഇതാണെങ്കിൽ അതെ, അഹങ്കാരം, കിബർ, അഹംഭാവം, പവർ നടിക്കൽ, ഇതെല്ലാം നാശത്തിലേക്കാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവണം. സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ, അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ വിനയത്തിൻ്റെ സ്വഭാവം എന്ന നിലയിൽ പൂർവികരായ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച വിനയ ശൈലി സ്വീകരിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ നാം പ്രതിജ്ഞാപ്തരാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.